أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون 38ാമത്തെ ആയത്ത് അൽ ബഖറ. കുൽന നാം പറഞ്ഞു, ഇഹ്ബിത്തു നിങ്ങൾ പുറത്തു പോവുക, മിൻഹ സ്വർഗത്തിൽ നിന്ന്, ജമീഅൻ നിങ്ങൾ മുഴുവനും, നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ, ഇഹ്ബിത്തു നിങ്ങൾ ഇറങ്ങിപ്പോവുകിൻ, മിൻഹാ സ്വർഗത്തിൽ നിന്ന്, ജമീഅൻ നിങ്ങൾ മുഴുവനും എല്ലാവരും ഇറങ്ങിപ്പോവുക, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഫൈമ്മ യഅ്തിയന്നക്കും മിന്നി ഹുദൻ എന്നിൽ നിന്ന് ഹുദ നിങ്ങൾക്ക് വന്നാൽ, അല്ലേ, അതിനുശേഷം എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുന്ന പക്ഷം, മിന്നി എൻ്റെ പക്കൽ നിന്ന് ഹുദൻ സന്മാർഗം വരുന്ന പക്ഷം, അങ്ങനെ ഫമൻ തവയ ഹുദായ എൻ്റെ ഹുദയെ ആരെങ്കിലും സ്വീകരിച്ചാൽ, ഫലാ ഖൗഫൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അപ്പോൾ എന്തില്ല, ഒരു ഭയവുമില്ല അവരുടെ മേൽ എന്തല്ല, വലാഹും യഹ്സൻ അവർ വ്യസനിക്കുകയുമില്ല എന്ന്. അപ്പോൾ അല്ലേ, നാം പറഞ്ഞു നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരുന്ന പക്ഷം, തീർച്ച തന്നെ അപ്പോൾ എൻ്റെ മാർഗദർശനം അവർ പിൻപറ്റിയോ അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർക്ക് അവർ വ്യസനിക്കുകയുമില്ല. അപ്പോൾ എന്താ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വന്നാൽ, അങ്ങനെ എൻ്റെ ഹുദയെ നിങ്ങൾ പിൻപറ്റിയാൽ, അല്ലേ, എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരുന്ന പക്ഷം, തീർച്ച തന്നെ അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റിയോ അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയുമില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് ഇബ്നു കസീർ നോക്കുന്നതിന് മുമ്പ്, അല്ലേ, ഇബ്നു കസീർ തന്നെ നോക്കാം. ഇബ്നു കസീർ നോക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ജലാലൈനിൽ എന്താ പറഞ്ഞാൽ നോക്കുക. കണ്ട, ഖുൽന ഹുബിത്തു ഖുൽന നാം പറഞ്ഞു, ഹുബിത്തു മിൻഹ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക, ജമീഅൻ നിങ്ങൾ മുഴുവനും പോവുക. കററഹുലി അത്തിഫാലഹി കേട്ടോ, ശേഷം അത് മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, അതിൻ്റെ മേലെ അത്തുഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈമ്മ യഅ്തി അന്നക്കും മിന്നി, അതെ ഇതാ അത്തുഫ് ചെയ്യാൻ വേണ്ടി. ഫൈമ്മ എന്നുള്ള ഫി ഇദാം നൂന് ഷർത്തിയ ഫി മസായിദ, ഫൈ ഇൻമാ ഫൈ യഅ്തിയക്കും മിന്നീന, അപ്പോൾ അർത്ഥം വരാം, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം, അതായത് കിതാബോ റസൂലോ വന്നാൽ, റസൂലും കിതാബൊക്കെ വരും, അങ്ങനെ ഫമൻ തബയ ഹുദായ അങ്ങനെ എൻ്റെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, അങ്ങനെ ഫാമനബി അവൻ എന്നെ വിശ്വസിച്ച് എന്നെ അനുസരിച്ച് എനിക്കനുസരിച്ച്, എന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ പേടിയില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ട, ഫിൽ ആഖിറത്തിൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്താ ബിഅൻ യദ്ഖുൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കൽ കൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. ഇനി ഇബ്നു കസീർ നോക്കാം, അല്ലേ. യഖൂലു തആല അല്ലാഹ് പറയാണ്, മുഖ്ബിറൻ ഖബർ അറിയിച്ചുകൊണ്ട്, വാർത്ത അറിയിച്ചുകൊണ്ട്, അമ്മ ഒന്നിനെ തൊട്ട്, അൻദറ ബിഹി ആദം വ സൗജതഹു വ ഇബ്ലീസ ഒന്നിനെ തൊട്ട് അല്ലാഹ് ഖബർ അറിയിക്കുകയാണ്, അൻദറ ബി അതുകൊണ്ട് അല്ലാഹ് മുന്നറിയിപ്പ് നൽകി, ആദമിനോടും വ സൗജത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അല്ലാഹ് മുന്നറിയിപ്പ് നൽകി, ഒന്നിനെപ്പറ്റി അല്ലാഹ് ഖബർ അറിയിക്കുകയാണ്. വ ഇബ്ലീസിനോട് മുന്നറിയിപ്പ് നൽകിയത്, ഹത്താ അഹ്ബത്തഹും അങ്ങനെ അല്ലാഹു തആല അവരെ പുറത്താക്കി, മിനൽ ജന്ന സ്വർഗത്തിൽ നിന്ന്. വൽ മുറാദു ദുരിയത്തോടെ ആദം കൊണ്ട് ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളാണ്. കാരണം അന്നഹു സയുൻസിലുൽ കുത്തുബ, എന്താണ് അല്ലാഹ് ഖബർ അറിയിച്ചത്, അന്നഹു സയുൻസിലുൽ കുത്തുബ ശേഷം അവൻ കിതാബ് ഇറക്കും, വൈബസുൽ അംബിയ വറുസുല അംബിയാക്കന്മാരെയും മുർസലീങ്ങളെയും അയക്കും. കമാക്കാല അബുൽ ആലി പറഞ്ഞു, അൽ ഹുദ എന്ന് വെച്ചാൽ അംബിയ ആണ്, വറുസുൽ മുർസലീങ്ങളാണ്, വൽ ബയാൻ വിശദീകരണം, അതായത് കിതാബുകളാണ്. വഖാല മുഖാത്തിബിന് അയ്യാൻ പറഞ്ഞാൽ ഹുദ എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയാണ് ഹുദ സന്മാർഗം. വഖാല ഹസൻ പറഞ്ഞാൽ ഹുദാൽ ഖുർആൻ ഹുദയുടെ സന്മാർഗം ഉദ്ദേശം ഖുർആനാണ്. വഹാദാനിൽ കൗലാനി സഹിഹാൻ ഈ രണ്ട് കൗലും ശരിയാണ്. കൗല് അബുല്ലാലിയുടെ കൗല് അമ്മാണ്. അബുല്ലാലി എന്താ പറഞ്ഞത്, അബുല്ലാലി പറഞ്ഞതുപോലെ അല്ലാഹു തആല അമ്പിയാക്കന്മാരെ മുർസലുകളെയും കിതാബുകളെയും അയക്കും, എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫമൻ തബിയ ഹുദായ, അപ്പോൾ ആരെങ്കിലും എൻ്റെ ഹുദയെ പിൻപറ്റിയാൽ,
ഐ മൻ അക്ബല അലാമ അൻസൽത്തു ബിഹിൽ കുത്തുബ, ആരെങ്കിലും മുന്നിട്ടാൽ അലാമ ഒന്നിൻ്റെ മേൽ ഞാൻ ഇറക്കിയിരിക്കുന്നു, അലാമ അൻസൽത്തു ബിഹിൽ കുത്തുബ വർസൽത്തു ബിഹി റുസുല, എൻ്റെ ഹുദയെ ആരെങ്കിലും പിൻപറ്റുക വെച്ചാൽ മൻ അക്ബല ആരെങ്കിലും സ്വീകരിച്ചാൽ, അലാമ ഒന്നിൻ്റെ മേൽ അൻസൽത്തു ബിഹി കുത്തുബ ആ ഒന്നുകൊണ്ട് ഞാൻ കിതാബ് ധരിപ്പിച്ചു, വർസൽത്തു ബി റുസുല ഞാൻ അതുകൊണ്ടിട്ടാണ് മുർസലീങ്ങളെ അയച്ചത്. അങ്ങനത്തെ ഹുദ ആ ഹുദയെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഫല ഖൗഫൻ അലൈഹിം അവൻ്റെ മേൽ പേടിയില്ല. ഈ ഫീമ യസ്തഖ്ബിലൂനഹു മിനൽ അംരിൽ ആഖിറ ആഖിറത്തിൻ്റെ കാര്യത്തിനാൽ അവന് വരുന്ന കാര്യത്തിൽ അവന് വരാൻ പോകുന്ന കാര്യത്തിൽ അവനക്ക് പേടിയില്ല. വലാഹും യഹ്സനുൻ അവർ ദുഃഖിക്കുന്നവരുമല്ല. അലാമാ ഫാത്തഹും മിൻ ഉമൂരി ദുനിയാവിലെ ഈ ലോകത്തെ കാര്യങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ മേലെ അവർ ദുഃഖിക്കുന്നവരുമല്ല. കമാ ഖാല ഫി സൂറത്തി ത്വാഹ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞല്ലോ, ഖാല ഹ്ബിത്താ മിൻഹാ ജമിയ, അള്ളാഹ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തു പോവുക, ജമിയ നിങ്ങൾ മുഴുവനും, ജമിയ നിങ്ങൾ രണ്ടുപേരും മുഴുവനും, ബാളുക്കും ബാളിനതു നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാണ് ആയ സ്ഥിതിയിൽ, ഫൈമായത്തിനക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ, കണ്ട എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നാൽ അങ്ങനെ എൻ്റെ ഹുദയെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ യളില്ലു അവൻ വഴിവെക്കൂല, വലാ യഷ്ഖ അവൻ പരാജിതനാവുകയില്ല. ത്വാഹ സൂറത്തിൽ പറഞ്ഞു. ഖാല ഇബ്നു അബ്ബാസ് പറയുന്നു, ഫലാ യളില്ലു ഫി ദുനിയാവിൽ അവൻ വഴിവെക്കൂല, വലാ യഷ്ഖ ഫിൽ ആഖിറ ആഖിറത്തിൽ അവൻ പരാജയപ്പെടൂല. വമൻ അറളാൻ ദിക്രി ആരെങ്കിലും എൻ്റെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞാൽ, മാറു കാണിച്ചാൽ, തിരിഞ്ഞു കളഞ്ഞാൽ, ഫൈനലഹു മഈശത്തൻ ലങ്ക അവന് കുടുസായ ജീവിതമുണ്ട്, വനശ്റുഹു യൗമൽ ഖിയാമത്തി അഅമ അവനെ ഞാൻ അന്ത്യനാളിൽ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടുന്നതാണ്. കമാ ഖാല ഹൗന ഇവിടെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ആ ആയത്ത് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. അത് ആദ്യം സ്വർഗത്തെ പറ്റി പറഞ്ഞ് പിന്നെ നരകാശികളെ പറ്റി പറയില്ല എന്നാ, വല്ലദീന കഫറു കദബു ബി ആയാത്തിന ഉലായിക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞു. നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കുകയും ചെയ്തവർ നരകക്കാരാണ്, അവർ അതിൽ നിത്യവാസികളാണെന്ന് പറഞ്ഞില്ല. ഐ മുഖല്ലദൂന ഫിഹ അവരതിൽ മുഖല്ലദ് നിത്യവാസികളാണ്. ലാ മഹീദ ലഹും അൻഹ അവർക്കതിനെ തൊട്ട് മഹീദില്ല, വലാ മഹീസ് അവർക്ക് അവിടെ തൊട്ട് സംരക്ഷണമില്ല. ഇപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഒരായത്ത് പറഞ്ഞിരുന്നു, അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ. വല്ലദീന കഫറു വ കദബ്, കണ്ട അത് 39-ാമത്തെ ആയത്ത് നോക്കിയേ, വല്ലദീന കഫറു വ കദബു ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾ ഉലായിക അസ്ഹാബുന്നാർ അവർ നരകക്കാരാണ്, ഹും ഫിഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞില്ല അവർ അവിടുത്തെ നിത്യവാസികളാണ്. അതിന് മുന്നേ പറഞ്ഞെന്താണ്, ഫൈമാ യഅ്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്തല്ലേ നമ്മുടെ സന്മാർഗത്തെ പിൻപറ്റിയവന് പേടിയില്ല, അവന് ദുഃഖിക്കുകയും വേണ്ട. അല്ലാത്ത ആളുകൾക്ക് എന്താണ് നരകക്കാരാണ് അവർ അതിൽ നരകത്തിൽ നിത്യവാസികളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ത്വാഹയിലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ഇനി വഖദ് അവറദ് ഇബ്നു ജരീർ പറഞ്ഞ് റഹിമഹുല്ല കൊണ്ടുവന്നിട്ടുണ്ട് ഹാവുൻ ഇവിടത്തിൽ ഹദീസൻ ഒരു ഹദീസ് സാഖവും മിൻ തരീഖൈനി അദ്ദേഹം അതിനെ രണ്ട് ഭാഗത്തിലൂടെ കൊണ്ടുവന്നു. അന്നബി മസ്ലമത്ത് സഈദ് ബിൻ സഈദ് അന്നബി നദറത്തൽ മുൻദിർ ബിൻ മാലിക് ബിൻ ഖത്അ അന്നബി സഈദിൻ വസ്മുഹു സഅദ് ബിൻ മാലിക് ബിൻ സിനാനിൽ ഖുദരി ഖാല അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമ്മ അഹ്ലുൻ നാരി അപ്പോൾ നരകക്കാരല്ലദീന ഹും അഹ്ലുഹ എങ്ങനത്തെ നരകക്കാരാണ് അവർ അതിൻ്റെ അഹ്ലുകാരാണ്, ആ നരകക്കാർ ഫൈന്നഹും ലാ യമൂതൂന ഫിഹാ വലാ യഹ്യൗന അവർ അതിൽ മരിക്കുകയോ അവർ അതിൽ ജീവിക്കുകയോ ഇല്ല, റാഹത്തായ ജീവിതം ജീവിക്കൂല, അവർ മരിക്കുകയുമില്ല. ലാക്കിൻ അഖ്വാമൻ എങ്കിലും ചില ജനങ്ങൾ അസാബത്തുഹും നാറു ബിഖത്വായാഹും അവരുടെ തെറ്റിൻ്റെ കാരണം അവർക്ക് നരകമെത്തുന്നതാണ്, അല്ലെങ്കിൽ വിദുനൂബിഹിം അല്ലെങ്കിൽ അവരുടെ ദോഷം കാരണം, ഫഅമാതത്തുഹും ഇമാതത്തൻ അപ്പോൾ ആ നരകം അതവരെ മരിപ്പിക്കും ഒരു മരിപ്പിക്കൽ. അങ്ങനെ ഹത്തായിദാ സാറു ഫഹമൻ അങ്ങനെ അവർ അത് കരികളായി മാറിയാൽ ഉദിന ഫി ഷഫാത്തി അവർക്ക് ഷഫാത്തിൽ സമ്മതം നൽകപ്പെടും. കണ്ട അപ്പം തെറ്റ് കാരണം എന്താണ് നരകക്കാരപ്പം രണ്ട് വിധം ഉണ്ടെന്നല്ലേ. നരകത്തിൽ അവർ ജീവിക്കുകയോ മരിക്കുകയോ ഇല്ലാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ തെറ്റ് കാരണം നരകത്തിൽ കടന്ന ആളുകൾ അവരെ അള്ളാഹു താല മരിപ്പിക്കും. അങ്ങനെ അവർ മരിപ്പിച്ച് അവരെ എന്താക്കി കളയും, അല്ല കരിക്കട്ടയാക്കി കളയും, കരികളാക്കി കളഞ്ഞ് പിന്നെ അവർക്ക് ശഫാഅത്ത് നൽകപ്പെടും. അങ്ങനെയും ഉണ്ടെന്ന് പറഞ്ഞു. വദിക്റു ഹാദൽ ലിഹാത ഇഹ്ബാതു അസാനി ലിമാ തഅല്ലക ബിഹി മാ ബഅദഹു മിനൽ മഅനൽ മുഗായിരി ലിൽ അവ്വലി. ഈ രണ്ടാമത്തെ പുറത്താക്കലിനെ പറയൽ
അതെന്തിനാ ലിമാ താല്ലഖ ബിഹി, അതെന്തിനു വേണ്ടിയിട്ടാണ്? മാബാദഹു, ശേഷമുള്ളതിനോട് ബന്ധിച്ചതിന് വേണ്ടിയിട്ടാണ്. ശേഷം മിനൽ മാനൽ മുഖാലിൽ അവൽ, ഒന്നാമത്തേനോ മാനയോട് എതിരായ മായന ശേഷമുള്ളതിനോട് ബന്ധിച്ചതിന് വേണ്ടിയാണ് രണ്ടാമത്തെ ഇഹ്ബാത്തിനെ പറയൽ. നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഹ്ബാത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു താല പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ. വസാമ ബാലുഹും, ചിലർ വാദിച്ചു അത് അന്നഹു താക്കീദൻ വ തക്കീർ, ഇത് ആവർത്തനമാണെന്ന് ചിലർ വാദിച്ചിട്ടുണ്ട്. കമാ തക്കൂലു, കും കും എന്ന് പറയാറുണ്ട്. എഴുന്നേൽക്ക എന്ന് പറയുന്നത് പോലെ അത് ആവർത്തനമാണ്. കാല ആഹറുന, മറ്റു ചിലർ പറഞ്ഞു ബലിൽ ഇഹ്ബാത്തുൽ അവ്വലു മിനൽ ജന്ന ഇല സമായി ദുനിയ, ആദ്യത്തെ പുറത്താക്കൽ സ്വർഗത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കാണ്. വസാനി, രണ്ടാമത്തെ പുറത്താക്കൽ മിൻ സമായി ദുനിയലിൽ അർദി, ഒന്നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ്. വസഹീഹു അൽ അവ്വൽ, ഒന്നാമത്തേതാണ് സഹീ, ആവർത്തനം എന്ന് പറയലാണ് സഹീ അഭിപ്രായം. അള്ളാഹു താല ആലം ബിഅസ്റാരി കിതാബി, അവൻ്റെ കിതാബിലെ രഹസ്യങ്ങളെ കൊണ്ട് അള്ളാഹുയാണ് ഏറ്ററിയുന്നത്. അതായത് ഇവിടെ ഇപ്പം നമ്മുടെ കുൽനഹുബിത്തു മിന ജമിയ എന്ന് പറഞ്ഞിട്ട് മുമ്പും അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുൽന യാദമുസ്കുൻ, അതിന് മുന്നേ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ ഇവിടെ? ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി, ഇത് ഖുൽനാലിൽ മലായികത്തില്ല ഇല്ല വസ്തഖുറക്കാമിൽ കാഫിരിൻ ഖുൽനാ ആദമസ്കുൻ അന്ത വസുലാമിന റഹതമില്ലാ തഖറ ഫതഖൂനാമിനല്ലാൽ ഫസല്ലൗമ ശൈത്വാൻ. അപ്പോൾ ശൈത്താൻ അവർ രണ്ടുപേരെയും എന്ത് ചെയ്തു? അകറ്റി, അതിനെ തൊട്ട് അകറ്റുകയും അവർ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ചിലർക്ക് ശത്രുവായിട്ട് പുറത്തു പോകുകയെന്ന്. അപ്പോൾ ഇവിടെ ഈ ഹുബിത്ത് പറഞ്ഞു, പിന്നെ എന്ത് സ്വീകരിച്ചു? കുൽ നഹ്ബിത്തു മിനാ ജമിയ, അവിടെ ഈ ഹുബിത്ത് പറഞ്ഞ എന്തിനാണ്? ഒന്നുകിൽ അത് ആവർത്തനമാണ്, അല്ലെങ്കിൽ എന്താണ് ശേഷം പറയുന്നത് അതിനോട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രണ്ട് അഭിപ്രായങ്ങളാണ് അവിടെ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.